മാലിയിൽ പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമല്ല നല്ല പാസ്പോർട്ടായ ഈവൻ ജപ്പാൻ പാസ്പോർട്ടും അല്ലെങ്കിൽ സിംഗപ്പൂർ പാസ്പോർട്ടും അല്ലെങ്കിൽ ജർമ്മൻ പാസ്പോർട്ടിന് വരെ വിസ എടുക്കണം. ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉരുവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. Okay, sorry, he sleep in the morning early to go to Malik Umbasar. It's okay. So good luck. See you. Thank you, bro. Thank you. എല്ലാം അപ്രതീക്ഷിതമായിരുന്നു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതായത് ഞാൻ പെട്ടെന്ന് വേറൊരു സിറ്റിയിലോട്ട് പോകണം, കിടന്നുറങ്ങി ലേറ്റായി. ഇനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞാൽ ട്രെയിനുണ്ട്. ആ ട്രെയിന് പോകുന്നതിന് മുമ്പ് ഞാൻ അതുകൊണ്ടാണ് ടാക്സി എടുത്തത്, ഒരു ബൈക്ക് ടാക്സി ഓർഡർ ചെയ്തു. ആ ട്രെയിൻ പോകുന്നതിന് മുമ്പ് എനിക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം. മണി എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുള്ളിക്കാരന് പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ട് എനിക്ക് ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറണം. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ട്രെയിൻ കിട്ടുമെന്ന്. ഒരു ബൈക്കിൽ കയറിയിട്ടുണ്ട്, പുള്ളിക്കാരൻ പറക്കുമെന്ന് തോന്നുന്നു. ഏത് ബൈക്കാണെന്ന് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ്. You pay him. Okay. Then you get by All right. Yeah, I said bye. Okay. Shukran habibi, shukran. Sorry, maybe next time. Next day you. Ma salama bro. Давай. Bro, let's go. അങ്ങനെ റബാത്തിലോട്ടുള്ള ട്രെയിൻ എടുക്കാൻ വേണ്ടി ഓടി ഓട്ടം. ഞാൻ ആ ബൈക്കുകാരന് കുറച്ച് കൂടുതൽ പൈസ കൊടുത്തു. ട്രെയിന് എനിക്ക് വേണ്ടി നിർത്തി. കയറാൻ പറയുകയാണ് ഉള്ളിലോട്ട്. നമ്മ ചത്തു എന്ന് പറഞ്ഞാൽ ചത്തു. ഈ കാണുന്നതാണ് നമ്മുടെ റവാത്തിലോട്ടുള്ള ട്രെയിന്. ഇതൊക്കെയാണ് കേട്ടോ. കൊള്ളാമല്ലോ, നമുക്ക് എവിടെ ആണെങ്കിലും ഇരിക്കാൻ തോന്നുന്നു. അടിപൊളി ട്രെയിൻ കേട്ടോ സംഭവം. ഇങ്ങനെ പ്രൈവറ്റായിട്ടുള്ള കുറേ കോച്ചുണ്ട്. ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഇതുപോലെയാണ് കേട്ടോ. ഏകദേശം 8 പേർക്ക് ഇരിക്കാൻ പറ്റും. അവിടെ നമുക്ക് ബാഗൊക്കെ മുകളിൽ വെക്കാൻ പറ്റും. പിന്നെ ഒരു ലൈറ്റുണ്ട്. ഇതാകെ വരുന്നത് ഒരു 4 മണിക്കൂർ എന്തോ ട്രെയിൻ ജേണിയാണ്. ഈ 4 മണിക്കൂറിന് നമ്മൾ കൊടുക്കേണ്ട വിലയെന്ന് പറയുമ്പോൾ നല്ല വിലയാണ്. ഏകദേശം 1800 രൂപയാണ് കേട്ടോ. ഞാനിത് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് എംബസിയിൽ പോകണം. എംബസി ഇന്നും നാളെയും മാത്രമേ ഉള്ളൂ. പിന്നെ എംബസി മിസ്സായാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിതെടുത്ത് പോകുന്നത്. അയ്യോ, എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി. എന്തായാലും ട്രെയിൻ ഏതോ ഒരു സ്റ്റോപ്പിലോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. കരേതോ ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ഇവരുടെ വൺ ഓഫ് ദ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. അറബിക്കും ഫ്രഞ്ചൊക്കെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. അതുകൊണ്ട് ഫ്രഞ്ച് ഭാഷ ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തിരക്കായതുകൊണ്ട് വേറെ സ്ഥലത്തോട്ട് മാറിയിട്ടുണ്ട്. ഇതാ ഇവിടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കാം, തിരിക്കാം. കപ്പ് വയ്ക്കാനുള്ള സംഭവങ്ങൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ എക്സ്പെൻസീവ് ആണെന്നുള്ള വേറൊരു സംഭവം മാത്രമാണ് കേട്ടോ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഏകദേശം 1800 രൂപ ഇത്രയും ജേണിക്കായി. പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ട്രെയിൻ ഏതോ സ്റ്റോപ്പിൽ നിർത്തി അതെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതാ കീ കേൾക്കുന്നു. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് അവർ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ. ഇങ്ങനെ തള്ളി ഇന്ത്യൻ ട്രെയിൻ പോലെ നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ പോവാം. ഇതാണ് എൻട്രി. ഇവിടെ ഒരാൾ വന്നിട്ട് അടയ്ക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇതാ ട്രെയിൻ ഇതുപോലുള്ള നമ്പർ വെച്ചിട്ടാണ് ബോഗി തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ 22 എല്ലാം കണ്ടില്ലേ, എല്ലാം ഫ്രഞ്ചാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഫ്രഞ്ചാണ്. ഇപ്പുറത്ത് നമ്മുടെ അറബിക്ക് കാണാൻ കഴിയും. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇവരുടെ ഒരു ബ്രെഡും നമ്മുടെ ബട്ടറൊക്കെ ആക്കി കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ എൻ്റെ സീറ്റിൽ വേറെ ആൾക്കാർ. സലാം, കൈഫ ഹാലക്? ബിഹൈർ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റേഷനിൽ. ഇൻസ്റ്റാഗ്രാമൊക്കെ അവർ ചോദിച്ചു. ഞാൻ എൻ്റെ ഭക്ഷണം ഇവിടെ കഴിക്കുകയാണ്. ഇവർക്കൊക്കെ ഞാൻ ഓഫർ ചെയ്തു, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. യൂട്യൂബ് പുള്ളി എന്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ.
ട്രെയിനിൽ ചക്കറൊക്കെ ഉണ്ടല്ലോ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ ടിക്കറ്റ് 200 ദിർഹമാണ് ഇതിന് എനിക്ക് വില വന്നത്. മറാക്കേഷിൽ നിന്ന് റാബാത്ത് 1:24 രാവിലെ 9:50 പുറപ്പെട്ട ട്രെയിനാണ്. നമുക്കിതിൽ ഏതാണ്ട് ക്ലാസ് നമ്പർ ഞാൻ സെക്കൻഡ് ക്ലാസ് ആണ് എടുത്തത്. ഏറ്റവും ലോക്കൽ ക്ലാസ് ആണ് എടുത്തത് കേട്ടോ. മൊറോക്കൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് ട്രെയിനിൽ. നല്ല ചൂടാണ് കേട്ടോ. വിന്റർ സമയമായാൽ പോലും നല്ല ചൂടാണ്. ما في أفلام ما تعرف يا شوية متى يوتيوب يس. നമ്മുടെ ട്രെയിനിൽ സാധനമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ ഇവിടെ ട്രെയിനിൽ താണ്ട നമ്മുടെ കോഫി ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ വരുന്നു. പറഞ്ഞ ഇത് ഇത് ഇവിടുത്തെ ഇവരുടെ ഡ്രഗ് എന്താണ് കേട്ടോ. ഇവര് മൊറോക്കോക്കാര് അത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിന് അവര് തൊണ്ടയിലോ عندك القاعد تشوفني التجارة يبيعها واحد هذا راني مدرسة هذا تطلع له فيديو الاولي الله يسلمك. നമ്മുടെ നാട്ടിലെ ശമ്പൊക്കെ വെക്കുന്ന പോലെ ചുണ്ടിൽ വെക്കുന്ന സാധനമാണ് കേട്ടോ. كويس كويس എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് നഗരമായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ഉണ്ടായിരുന്ന എല്ലാവരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മുടെ കസബ്ലങ്ക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റിക് സ്പോട്ട് ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ ഓഷൻ, നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അറ്റ്ലാന്റിക് ആണോ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. കസബ്ലങ്ക അറ്റ്ലാന്റിക്കിലാണോ മെഡിറ്ററേനിയനിലാണോ എനിക്ക് കസബ്ലങ്ക അറ്റ്ലാന്റിക്കിലാണ് കേട്ടോ. അറ്റ്ലാന്റിക്കിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് കസബ്ലങ്ക എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും പോയി. അവസാനം ഞാൻ റബാത്തിലെത്തിയിട്ടുണ്ട്. ട്രെയിൻ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. ഇറങ്ങാൻ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറേ ആൾക്കാർ ഓൾറെഡി ഇറങ്ങി. ഞാനിനി നേരെ പോകുന്നത് മാലി എംബസിയിലോട്ടാണ്. സോറി, ആരുടെ ദേഹമൊക്കെ എൻ്റെ ബാക്ക് പാക്ക് കൊണ്ട് ഇടിച്ചു പൊളിച്ചു. നല്ല വെയിലുണ്ട് കേട്ടോ. യൂറോപ്പിലായിരുന്നു നല്ല ക്ലൈമറ്റ്. ഇപ്പോൾ ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നു ഈ ക്ലൈമറ്റ്. ട്രെയിൻ വന്ന് ട്രെയിൻ പോയി. ഈ കാണുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാറ്റ്ഫോം. കുറേ ആളുകളുണ്ടായിരുന്നു. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ എനിക്കൊന്ന് ലോക്കൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മ അത്യാവശ്യം വലിയൊരു ട്രെയിൻ സ്റ്റേഷനാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാപിറ്റൽ. റബാത്താണ് നമ്മുടെ ക്യാപിറ്റൽ. ആക്ച്വലി മുമ്പത്തെ ക്യാപിറ്റൽ വേറെ പലതൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഇങ്ങോട്ട് നമ്മുടെ ക്യാപിറ്റൽ മാറ്റിയത്. ഇവിടെ എയർപോർട്ടിൻ്റെ അകത്തൊക്കെ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വെച്ചിരിക്കുന്ന പോലെ പല കടകൾ. മനോഹരം കേട്ടോ, അടിപൊളി, നല്ല രസമുണ്ട്. റബാത്തിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അത്യാവശ്യം നല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റി. രണ്ടാമത്തെ മറ്റൊരു പ്രത്യേകത, ടാക്സിക്കെല്ലാം നീല കളറാണ് കേട്ടോ. സാധാരണ നമ്മൾ നമ്മുടെ മറാക്കേഷിൽ മഞ്ഞ കളർ ടാക്സി ആണെങ്കിൽ ഇവിടുത്തെ കളറെല്ലാം നീല കളറാണ്. ഓരോ സിറ്റിയുടെ ടാക്സിക്ക് വ്യത്യസ്തമായിട്ടുള്ള കളറ്, ഓരോ സിറ്റിയുടെ ബിൽഡിങ്ങിന് വ്യത്യസ്തമായിട്ടുള്ള കളർ. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഈ കാണുന്നത് നമ്മുടെ വെള്ള കളറാണ്. ഇവിടെ വന്നാലും ടാഞ്ചർ വന്നാലും നിങ്ങൾക്ക് വെള്ള കളർ ബിൽഡിങ്ങുകളാണ് കാണാൻ സാധിക്കുക. ഇവിടെയുള്ള എല്ലാ പള്ളികളിലും ഇതുപോലെയാണ് കേട്ടോ. ഇവിടുത്തെ മിനാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ വ്യത്യസ്തമായിട്ടുള്ള മിനാരങ്ങളാണ്. ഈ പള്ളിയിൽ മാത്രമാണ് ഒരു പച്ച പെയിൻ്റൊക്കെ കാണാൻ സാധിച്ചത്. മനോഹരമായിട്ടുള്ള നമ്മുടെ പണ്ടത്തെ യമനി സ്റ്റൈൽ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ നല്ല മനോഹരമായിട്ടുള്ള സ്ട്രീറ്റുകൾ. ഈ കാണുന്നത് നമ്മുടെ ഗവൺമെൻറ് ബിൽഡിങ്ങൊക്കെ എന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഞാൻ ഓടുവാണ് കേട്ടോ, വെള്ളം പോലും വാങ്ങിച്ച് കുടിക്കാൻ പറ്റുന്നില്ല. എംബസി അടയ്ക്കുന്നതിന് മുമ്പ് പോകണം. മാലി എംബസിയിലോട്ടാണ് പോകുന്നത്. മാലി വിസ കിട്ടുമെന്ന് അറിയില്ല. ഇതാണ് കേട്ടോ പാസ്പോർട്ടിൻ്റെ പ്രശ്നം. ഇതാണ് ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ട്. പല രാജ്യങ്ങളിൽ പോകണമെങ്കിലും റെയറായിട്ട് വിസയൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര പാടാണ്. പക്ഷേ മാലിയിൽ പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമല്ല, നല്ല പാസ്പോർട്ടായ ഈവൻ ജപ്പാൻ പാസ്പോർട്ടും അല്ലെങ്കിൽ സിംഗപ്പൂർ പാസ്പോർട്ടും അല്ലെങ്കിൽ ജർമ്മൻ പാസ്പോർട്ടിന് വരെ വിസ എടുക്കണം. അതുകൊണ്ടാണ് എനിക്കൊരു സന്തോഷമുള്ളത്. മൊറോക്കോയിലെ മറ്റൊരു കാര്യം, മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള റോഡുകളാണ്. ഇവിടെ ഇന്ന് ഒരാൾ നമസ്കരിക്കുന്നൊക്കെ ഉണ്ട്.
നല്ല വൃത്തി കേട്ടോ. ഇവിടെ ഞാനൊരു ബസ് സ്റ്റോപ്പിലോട്ട് നിൽക്കുവാണ്. ഓ തളർന്നു, ഇനി ബസ് കയറി പോവാം. ബസ് വരുന്നുണ്ട്, കണ്ടില്ല, എല്ലാം നീല ടാക്സിയാണ് കേട്ടോ. ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ അമ്മോ അതിച്ച ചൂടെന്ന് പറഞ്ഞാൽ ഈ സ്വെറ്ററൊക്കെ മാറ്റണം കേട്ടോ. മൊറോക്കോ വെറുത്ത് തുടങ്ങി ചൂടായതുകൊണ്ട്. ഇത്രയും നാൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എല്ലായിടത്തും ഇതുപോലുള്ള പാർക്കുണ്ട് കേട്ടോ. ഇതുപോലെ പാർക്കല്ല, പുല്ലുകളാണ്. ആളുകളൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും കിടക്കുന്നതൊക്കെ കാണാൻ കഴിയും. ഇതുപോലെ ഇവിടെ നമസ്കരിക്കുന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇരിക്കുന്നവരെ കാണാം. അവിടെ പോയ കാര്യം നടന്നില്ല, അടുത്ത ബസ്സിലോട്ട് കയറുവാണ്. ഓരോ ബസ്സിനും 50 രൂപയാണ്. ഇഫ് ഈസ് ലൈക്ക് ദാറ്റ് ഹബീബി. ഒന്നും നടന്നില്ല. മാലി എംബസി പോയി, ഒന്നും നടന്നില്ല. മാത്രമല്ല മാലി കഴിഞ്ഞിട്ട് മൗറിട്ടാനിയയുടെ പോയി, ഒന്നും നടന്നില്ല. ഇങ്ങനെ തന്നെയാണ് കേട്ടോ സംഭവം. ശുക്രൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഷെയർ ടാക്സി പിടിച്ചു. ഷെയർ ടാക്സിക്ക് ആയാലും ഒരു ദൂരം പോകുന്നതിന് 100 രൂപയാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ 10 ഇവിടുത്തെ ദിർഹം 100 രൂപയെന്ന് നമുക്ക് കണക്കാക്കാം. 100 രൂപയിലെ 10 85 90 രൂപ അടുപ്പിച്ചാണ് വരുന്നത്. ഞാനിനി ഒരു ബസ് പിടിച്ച്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മലയാളി ബ്രോ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം പുള്ളിയുടെ അങ്ങോട്ട് പോവാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ലോക്കൽ സുഹൃത്ത് പുള്ളി വർക്കിന് പോയി, അതുകൊണ്ട് ഞാൻ നല്ല തളർന്നു കേട്ടോ. ഞാൻ പുള്ളിയുടെ അവിടെ ഒന്ന് പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ബസ് പിടിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു സ്ഥലത്ത് പിന്നെ ധാരാളം, അതായത് കുടിയേറി വരുന്ന ആൾക്കാരുണ്ടല്ലോ. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വരുന്ന, അതായത് പല സദേൺ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ, മാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുടിയേറി വരുന്ന ആളുകൾ, പല ആളുകളും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് അവർ പയ്യെ നീന്തി, എന്താ പറയുക, മൊറോക്കോ, സ്പെയിനിലോട്ടും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അനധികൃതമായിട്ട് യൂറോപ്പിലെത്താനായിട്ട് പല ആളുകളും ഇവിടെ ഉണ്ട്. അവരിവിടെ വരും കേട്ടോ, മൊറോക്കോയിൽ വരും. നമ്മൾ ട്രാവൽ കാർഡ് ഇല്ലാത്തവർക്ക് ഇതുപോലെ 50 രൂപ ബസ്സിന് കൊടുക്കണം. ടാക്സിക്ക് 10 രൂപ മിനിമം ചാർജ്. ഇത് കൊടുക്കുമ്പോൾ അവരൊരു ടിക്കറ്റ് തരും കേട്ടോ. അങ്ങനെയാണ്, കണ്ടില്ലേ, ഇതുപോലെ ഒരു ടിക്കറ്റ് തരും സംഭവം. വിധത്തിൽ നമ്മുടെ ബ്രോൻ്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു വില്ല പ്രോപ്പർട്ടികളാണ് കേട്ടോ. ഫുള്ള് വില്ലകളാണ്, സിറ്റിക്ക് പുറത്തായിട്ടുള്ള വില്ലകളാണ്. അത്യാവശ്യം കുറച്ച് ആഡംബരമായിട്ടുള്ള വില്ലകളാണെന്ന് തോന്നുന്നു. വിശേഷം? താങ്ക് യു. ഇത് നമ്മുടെ ഷമീം ബ്രോ. ബ്രോ നാട്ടിലെവിടെയാ? ഞാൻ മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സന്തോഷം ബ്രോ. വന്ന ഉടനെ എനിക്ക് ജ്യൂസൊക്കെ തന്നു. താങ്ക് യു കേട്ടോ, സന്തോഷം. ബിയറല്ല കേട്ടോ, ഇത് ബിയറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്ത് ജ്യൂസാ? ലൈമാണോ? അവക്കാഡോ ജ്യൂസൊക്കെ തന്നു. ഇത് ആക്ച്വലി ഈ ഏരിയയൊക്കെ നമ്മുടെ എമറാത്തികളുടെയാണ് കേട്ടോ. എമറാത്തികളുടെ സ്ഥലങ്ങളാണ്. ഇവിടെ ധാരാളം എമറാത്തികളുണ്ട്. അവരുടെയൊക്കെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസൊക്കെയാണ് കേട്ടോ ഈ ഒരു വലിയൊരു ഏരിയ. ഹാവി വറക്കുന്ന ബിരിയാണി, ലബൻ. ബ്രോ ഉണ്ടാക്കിയതാണോ? ബ്രോ അല്ല, സ്നേഹിതൻ്റെ അടുത്ത് ഞാനൊരു നന്ദി പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ചു നോക്കട്ടെ. എൻ്റെ അടിപൊളി. മലയാളിയാണല്ലേ ഉണ്ടാക്കിയത്? അത് മനസ്സിലായി. ബിരിയാണി ഉണ്ടപ്പോൾ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. സിറ്റിയിൽ വന്നിട്ട് സിറ്റിയുടെ കാഴ്ച മനോഹരം കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കാണാൻ വേറൊരു പഴമ നിലനിർത്തുന്ന ബിൽഡിങ്ങുകൾ. എൻ്റെ ഫോൺ ആക്ച്വലി നല്ലപോലെ ക്ലാരിറ്റി കിട്ടുന്നില്ല കേട്ടോ. ബിൽഡിങ്ങൊക്കെ ആ സണ്ണിൻ്റെ ഇതിൽ നല്ലതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ട്രാമൊക്കെ ഉണ്ട്. ആഫ്രിക്കയിലെ ട്രാമൊക്കെ ഉള്ള ഒരു നഗരം കൂടിയാണ് കേട്ടോ. ആഫ്രിക്കയെന്ന് വിചാരിക്കുമ്പോൾ പല ആളുകളും വിചാരിക്കില്ല ഇത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതിന് വിപരീതമായിട്ടുള്ള ഒരു ആഫ്രിക്കയാണ് ഈ ഒരു മൊറോക്കോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നോർത്ത് ആഫ്രിക്കയിലെ കുറച്ച് സ്ഥലങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. എല്ലായിടത്തും ഇതുപോലെ പാം ട്രീകളൊക്കെ കാണാൻ കഴിയും. സിറ്റിയൊക്കെ അത്യാവശ്യം മനോഹരമാണ് കേട്ടോ. ഇത് യഥാർത്ഥ നമ്മുടെ ഡൗൺ ടൗൺ ഏരിയ അല്ലായിരുന്നിട്ട് പോലും തൻ്റെ മനോഹരമായിട്ടുള്ള ഇതാണ്. പിന്നെ ഒരു ഭയങ്കര രീതിയിൽ വൃത്തിയായിട്ടാണ് എല്ലാ സ്ഥലവും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ അറ്റ്ലാന്റിക് കടപ്പുറ സമുദ്രത്തിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രം. ഇങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രം വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതുപോലെ ഈന്തപ്പഴ മരങ്ങൾ വെച്ച് വളരെ മനോഹരമാണ്. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ പേർഷ്യ പോലെ ഇവിടെയും ക്യാമ്പിംഗ് കൾച്ചർ വളരെയധികം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും താണ്ടെ വീട്ടിൽ നിന്ന് കസേരയും ഇതൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വേറൊരു മലയാളിയും കൂടെ പരിചയപ്പെടുത്തി തരാം. 10-20 വർഷമായിട്ട് ഇവിടെ എന്തോ വർക്ക് ചെയ്യുവാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടുത്ത് ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ എനിക്കൊന്ന് കസേര വാടകയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കസേര കുറേ ഉണ്ട്.
ആ ചേട്ടോ അവിടെ എല്ലാ കസേര വാടകയ്ക്ക് കൊടുക്കുവാണെന്ന് തോന്നുന്നു. ആൾക്കാർ ഓരോ ആൾക്കാർ അതോ എനിക്ക് തോന്നുന്നു ഇവർക്ക് ചായക്കോ അതിനു വേണ്ടിയോ എന്തോ കച്ചവടമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു പൂളൊക്കെ കാണാൻ സാധിക്കും. വേനൽക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രം. ഒരു ഹായ് പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങോട്ട് നോക്കിയോളൂ, വെയില് ആ ഇന്നുണ്ട്. സുഖമല്ലേ? എവിടെയാ? നാട്ടിലെവിടെയാ? എത്ര വർഷമായി ഇവിടെ? 20 വർഷമായി. മൊറോക്കയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല നാടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ? കോട്ടയ്ക്കൽ. ഇവിടെ എത്ര മലയാളികൾ ഉണ്ടായിരിക്കും? 200-ലധികം മലയാളികളുണ്ട്. അതായത് ഈ ഒരു സിറ്റിയിൽ മാത്രമാണോ അതോ ഫുള്ള് മൊറോക്കോയിലാണോ? മൊറോക്കോയിൽ മൊത്തമായിട്ട് 10-200 മലയാളികൾ. ഓ 500 പേരുണ്ടാവും അല്ലേ? കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഇവിടെ കുറേ ആൾക്കാർ സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആളുകളൊക്കെ വഴിയിൽ അവരുടെ കാറ് കൊണ്ടുവന്നിട്ട് കോഫി വിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കോർണിഷ് കാണാനായിട്ട് ആക്ച്വലി ഭയങ്കര മനോഹരമുണ്ട് കേട്ടോ. ഇതെല്ലാം ഗവൺമെൻറ് തന്നെ ഈ ഫ്രണ്ട് ഭാഗങ്ങളിൽ നല്ല വെള്ള പെയിൻ്റ് അടിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം ഉൾഭാഗങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ പഴയ കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ നമ്മുടെ റബാത്തിലെ ഒരു ചെറിയൊരു കൊട്ടാരമൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൊട്ടാരമല്ല, അത് കോട്ടയായിരുന്നു കേട്ടോ, സോറി. ഭാഗത്തായിട്ട് നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കണ്ടില്ലേ എൻ്റെ അമ്മോ, ഇത് ഒരു വലിയൊരു മക്കബറയുടെ ഏരിയ ആണ്, ഖബറുകളാണ് കേട്ടോ. റബാത്ത് മുമ്പ് നമ്മുടെ ഈ കടലിൻ്റെ അടുത്തുള്ള ഈ ഒരു റബാത്ത് ഏരിയ കോട്ടയ്ക്കുള്ളിലായിരുന്നു സ്ഥിതി ചെയ്തത്. ആ ഒരു കോട്ടയുടെ മതിൽ ഭാഗങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇവിടെ കുറേ സ്ത്രീകളൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ കോട്ടയ്ക്കുള്ളിലെ ഒരു ചെറിയൊരു നഗരം, വലിയ പഴമമുള്ള ഒരു നഗരമാണ്. അതാണ് കേട്ടോ, അതിൻ്റെ ഒരു വലിയൊരു കോട്ടയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഈ ഒരു 2 കരകളായിട്ട് വേർതിരിക്കുന്ന ഒരു ചെറിയൊരു കോഴിക്കോടെന്ന് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട്, നമ്മുടെ കേരളത്തിലെ കോഴിക്കോടെന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉരുവാണ് കേട്ടോ. അത് ഇവിടുത്തെ ഫാൻസി റെസ്റ്റോറൻ്റ് ആയിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് അപ്പുറത്തെ ഭാഗത്തോട്ട് പോകാനായിട്ട് ഒരു ചെറിയ ഇങ്ങനെ തോണിയിൽ വഞ്ചിയിൽ ആൾക്കാരെ പൈസ വാങ്ങിച്ചിട്ട് കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംവിധാനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ, മനോഹരമാണ് സംഭവം. നമ്മുടെ ഭക്ഷണശാലകളും ബാറുകളും ക്ലബ്ബുകളും എല്ലാം അടങ്ങിയ ഒരു കോഴിക്കോട് ഉരുവാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബ്, മനോഹരമാണ് കേട്ടോ. വൈകുന്നേരം ഇവിടങ്ങളിലൊക്കെ വന്ന് നടക്കാനും എന്താ പറയുക, ഫാമിലിക്കായിട്ട് ഇവിടെ കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വേണ്ടി വലിയ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. മീൻ പിടിക്കുന്ന ചെറിയ വഞ്ചികളും തോണികളൊക്കെയാണ് കേട്ടോ, ചെറിയ ബോട്ടുകളൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമ്മുടെ തുർക്കിയിലെ പോലെ ധാരാളം പൂച്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേ പൂച്ചകളുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അങ്ങ് നമുക്ക് ഒരു ബുർജൽ അറബാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു ഹോട്ടലാണ് കേട്ടോ, തുടങ്ങിയിട്ടില്ല. ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ആളുകൾ താണ്ടെ തോണിയിൽ വഞ്ചി തഴഞ്ഞ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. ധാരാളം ആളുകൾ ആ തോണിയിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുന്നതും ഇറങ്ങുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു കോർണിഷ് മുഴുവൻ ഇവിടെ ഭക്ഷണശാലകൾ, കോഫി കുടിക്കാനൊക്കെ ഉള്ള ഷോപ്പുകൾ ഇവിടെ തന്നെ ഒരാൾ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ പുറകെ കിടക്കുവാണ് കേട്ടോ. നമുക്ക് കടകളിൽ, വഴിയോര കടകളിൽ ഇവർ ആക്ച്വലി കൊച്ചിനെ വിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഇതെന്താ സംഭവം, ഇവർക്ക് തണുപ്പിന് നല്ലതാണെന്ന് പറയുന്നു. ചൂട് കിട്ടാൻ വേണ്ടി തണുപ്പിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു സൂപ്പ് പോലത്തെ ഉള്ള ഒരു സാധനം കേട്ടോ. ശുക്രൻ. കോർണിഷ് ഭാഗത്തുനിന്ന് നമ്മുടെ മുകൾ ഭാഗത്തോട്ട് കയറിയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഹസൻ ടവർ, നമ്മുടെ മൊറോക്കൻ ഹിസ്റ്ററിയുടെ ചരിത്ര പ്രാധീനമായിട്ടുള്ള ഒരു ടവർ കൂടിയാണ് നമ്മുടെ ഹസൻ ടവർ. ഈ കാണുന്നത് നമ്മുടെ ട്രാമിൻ്റെ ലൈനാണ് കേട്ടോ. ഇവിടെ നമ്മൾ ട്രാം കാണാൻ സാധിക്കും, റോഡിലൂടെ ഓടുന്ന മെട്രോ.
ഇവർ മെട്രോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ട്രാമിൻ്റെ ലൈനൊക്കെ നമുക്കിവിടെ ഉണ്ട്. ാണ് കേട്ടോ നമ്മുടെ ടവർ. ഇവിടെയാണ് ഇവരുടെ പഴയ രാജാവിൻ്റെയൊക്കെ കബറിടമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കോർണിഷൊക്കെ കറങ്ങിയതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ വന്നിട്ട്, ഇവരുടെ കോഫി ഷോപ്പിൽ വന്നിട്ട് നമ്മൾ ന്യൂസ്നസ് ഇത് ഭയങ്കര ഫേമസ് ആണോ? ന്യൂസ്നസ് എന്ന് പറയുന്ന ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ നെസ്കഫേ പോലത്തെ ഉള്ളൊരു സംഭവം. നെസ്കഫേയുടെ മറ്റൊരു പേരാണെന്ന് തോന്നുന്നു ന്യൂസ്നസ്. നമ്മളത് കഴിഞ്ഞ് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി, നമ്മുടെ മാർക്കറ്റ് ഭാഗത്തോട്ട് ഇറങ്ങി. ഇവിടെ നമ്മുടെ ക്രമ നമ്പറോട് കൂടിയുള്ള നമ്മുടെ ഒരു ടുക്ക് പോലത്തെ ഉള്ള ഒരു ചെറിയൊരു എന്താ പറയുക, ആളുകളെ കൊണ്ടുപോകുന്ന സവാരിയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ തണുപ്പ് കാലങ്ങളായതുകൊണ്ട് അത്രയ്ക്ക് ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ൊക്കെ നമ്മുടെ കഫ്റ്റേരിയകളും ചെറിയ മാർക്കറ്റ് ഏരിയകളൊക്കെയാണ്. ഇവിടെ ഇവരുടെ പ്രാചീനമായിട്ടുള്ള നമ്മുടെ ജലാപം ഉണ്ടല്ലോ, അതൊക്കെ വിൽക്കുന്ന കടകൾ, നമ്മുടെ ബാഗുകൾ വിൽക്കുന്ന കടകൾ. ഇത് നമ്മുടെ സെൻട്രൽ ഭാഗമാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ സെൻട്രൽ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫുള്ള് സൂക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മുടെ മൊറോക്കോ ചായ കൊടുക്കുന്ന, അത് സൽക്കാരം ചെയ്യുന്ന അതിൻ്റെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. ഇവിടെ നമ്മുടെ തജിൻ്റെ പാത്രങ്ങൾ കണ്ടോ. മാർക്കറ്റ് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു പ്രാദേശികരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാം ആളുകളുടെ വീടുകളൊക്കെയാണ്. ഇത് നമ്മുടെ ജലാബ്, ഇവരുടെ പ്രാദേശികമായിട്ടുള്ള ഡ്രസ്സുകൾ വിൽക്കുന്ന കടകളാണ്. മാർക്കറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് നമ്മുടെ കോർണിഷ് ഭാഗം വരെ കിടക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. കൂടുതൽ ടൂറിസ്റ്റുകൾ അങ്ങനെ അധികം ഈ ഒരു നഗരത്തിൽ എനിക്ക് അധികമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കൂടുതലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവിടെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഷോപ്പിങ്ങിനും അല്ലാതെ ഇങ്ങനെ കറങ്ങാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ചകളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മുടെ മൊറോക്കൻ ബാത്ത്, നമ്മുടെ ഹമ്മാമിന് ഇവർ സ്റ്റീം ബാത്ത് ചെയ്യുമ്പോൾ ദേഹത്ത് പുരട്ടുന്ന ഒരു ഗ്രീസ് പോലത്തുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് തേച്ചിട്ടാണ് അവർ നമ്മുടെ മൊറോക്കോ ബാത്ത് ചെയ്യുന്നത്. അതിൻ്റെ ഇതാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ സ്പൈസസ്, കുറേ ഹെർബൽ സംഭവങ്ങൾ. ഇതെന്താ പോയിക്കുന്നതല്ലേ, നമ്മുടെ കുന്തിരിക്കം, അതാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മൊറോക്കോക്കാരുടെ കല്യാണത്തിനൊക്കെ അവർ ഇടുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള കല്യാണ ഡ്രസ്സ്. വീട്ടിൽ വന്നു, നമ്മൾ ഭക്ഷണത്തിൻ്റെ ടേബിളിൽ ഇരിക്കുകയാണ്. ബ്രോ ഹായ്, താങ്ക് യു. ഇവിടെ ബ്രോൻ്റെ മത്തിക്കറിയും ഇവിടെ ബിരിയാണി, മുട്ട പൊരിച്ചത് ഇതൊക്കെ ഉണ്ട്. ലേറ്റ് നൈറ്റ് ഡിന്നറാണ്. 10 മണി 11 മണിയായിട്ടുണ്ട്. നാളെ രാവിലെ മിക്കവാറും എനിക്ക് വീണ്ടും വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എണീറ്റ് 4:03 എണീറ്റിട്ട് റോഡിൽ പോയിട്ട് ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് അടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 5 മണിയുടെ ട്രെയിൻ എടുക്കണം. കാരണം വിസയ്ക്ക് വേണ്ടി വേറെ സിറ്റിയിൽ പോവുകയാണ്. നാളെ മാത്രമേ ഇനി കോൺസുലേറ്റ് ഉള്ളൂ. മറ്റന്നാൾ അടയ്ക്കും. മറ്റന്നാൾ ശനിയാഴ്ചയാണ്. ഇതൊക്കെയാണ് കേട്ടോ പ്രശ്നം. മനസ്സിലായില്ല. നല്ലപോലെ ഉറങ്ങാൻ പറ്റൂല 8 മണിക്കൂർ. ഇപ്പം എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ.